അപ്പോൾ ഇന്നത്തെ പരിപാടി രാവിലെ തന്നെ എണീച്ച് പഴനി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ 3 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി കൂട്ടുകാരനെ വിളിക്കാൻ പോകണം. അതിന് ഞാൻ കുറച്ച് നേരം മുടിയൊക്കെ നോക്കി. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു മുടിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അവനെ വിളിക്കാൻ പോയപ്പോൾ അവനെ ഉറങ്ങുമായിരുന്നു. അല്ലെങ്കിൽ നീപ്പിച്ച് കൊടുന്നു. പിന്നെ നേരെ പഴനിക്ക് വെച്ച് പിടിച്ചു. നല്ല റോഡൊക്കെ ആയിരുന്നു. നമ്മളിവിടുന്ന് പാലക്കാട് വഴിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല റോഡായിരുന്നു. പാലക്കാട് കഴിഞ്ഞ് നമ്മൾ പൊള്ളാച്ചി ആ ഭാഗത്തൊക്കെ ആണെങ്കിലും നല്ല റോഡാണ്. തമിഴ്നാട് റോഡെന്ന് പറയാനില്ല, അത്യാവശ്യം നല്ല റോഡായിരുന്നു. നല്ല റോഡായതുകൊണ്ട് നമ്മൾ വിചാരിച്ച ടൈമിൽ തന്നെ അവിടെ എത്തിപ്പെട്ടു. ബാറ്റിന് ബ്ലോക്കൊന്നും പറ്റില്ല രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ. ഇതെന്താ അവിടെയുള്ള പരിപാടിയാണ് തോന്നുന്നു. എനിക്കും അറിയത്തില്ല സത്യം പറഞ്ഞാൽ എന്താണെന്ന്. ഞാൻ കുറച്ച് നേരം എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ നോക്കി. നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളവിടെ ഫ്രഷ് ആകാൻ വേണ്ടി മാത്രം എടുക്കിയത്. ഇവിടെ നമ്മൾ ലോക്കറിൽ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചു. അങ്ങനെ നമ്മൾ മുടിയെടുക്കാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം ഇതുവരെ അത് ചെയ്തിട്ടില്ല. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ചെറുപ്പത്തിൽ എന്നെ മുട്ടടിച്ച് കാണാൻ വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അപ്പോഴും ചെയ്തിട്ടില്ല. ഇതാണ് കേട്ടോ മുടിയെടുക്കുന്ന സ്ഥലം. ഇത് ദേവസ്ഥത്തിൻ്റെയാണ്. ഇവിടെ ഫ്രീ ആണ് നമുക്ക് മുടിയെടുക്കാനും കാര്യങ്ങളൊക്കെ. നമ്മളങ്ങനെ കൗണ്ടറിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ കൗണ്ടർ കാണും. കൗണ്ടറിൽ പോയിട്ട് നമുക്കൊരു ബ്ലേഡും ഒരു ചീട്ടും അവർ തരും. പിന്നെ നമ്മളത് അവർക്ക് കൊണ്ടുപോയി കൊടുത്താൽ മതി കേട്ടോ. നമ്മളിനി ഫ്രീ ആയിട്ടുള്ള ഒരാളെ തരികയാണ്. എനിക്കാണെങ്കിൽ നല്ല പേടിയും ടെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്കിങ്ങനെ മുടി എടുക്കണോ വേണ്ടേ ഡൗട്ട് വരുമ്പോൾ, എനിക്ക് പേടി വരുമ്പോൾ ഞാൻ ചേച്ചിനോട് ചോദിക്കും, ചേച്ചി ഞാൻ മുടി എടുക്കണോ വേണ്ടേ. അതിൽ ചേച്ചിയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ചേച്ചി പറയും മുടിയല്ലേ അയച്ചത് പിന്നെയും വളരും. ഞാനൊരു ചേച്ചിയാണെങ്കിൽ യൂട്യൂബ് വഴി പരിചയപ്പെട്ടു. പക്ഷേ എനിക്കെന്തോ എൻ്റെ ചേച്ചി പോലെ തന്നെയാണ് കേട്ടോ. അവരോട് ചോദിച്ചപ്പോൾ അവർ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നേരെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാണാതെ അടുത്ത്. അപ്പോൾ പിന്നെ ആൾ എൻ്റെ തലയിൽ വെള്ളം ഒഴിച്ചത് മസാജിൻ്റെ വെള്ളമല്ല തോന്നുന്നു, എന്തോ ഷാമ്പു എന്തോ ആണ് അതിൽ കലക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. മുടി നേരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. എനിക്കാണെങ്കിൽ ഞാൻ എന്തൊക്കെയോ ഒരു പെട്ടെന്നുള്ളതായിരുന്നു. പിന്നെ അത് വരണ്ടി എടുക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു അത്യാവശ്യം എന്താ പറയുക നമ്മൾ അറിയും ഭയങ്കര ഇതായിരിക്കും എന്നൊക്കെ. ബട്ട് ഞാൻ പോലും അറിയില്ല. ഞാനവിടെ കണ്ണടച്ചിരിക്കുമായിരുന്നു. ആൾ തലയിൽ നിന്ന് മുടി എടുക്കുന്നത് ഞാൻ അറിയുന്നില്ല. മുടി നിലത്തോട്ട് വീണിങ്ങനെ കാണുമ്പോഴാണ് മുടി ഇങ്ങനെ വീഴുന്നുണ്ടെന്ന് അറിയുന്നത്. കാരണം സാധാരണ നമ്മൾ ആളെ തലയിൽ തൊടുന്ന പോലെ മാത്രമേ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. മുടി ഇങ്ങനെ എടുക്കുന്നതോ ഒരു ബ്ലേഡ് തലയിൽ ഇങ്ങനെ ഉരയ്ക്കുന്നതോ അങ്ങനെയൊന്നും നമുക്ക് തോന്നത്തില്ല. മുടി പോകുമ്പോൾ സങ്കടം ഉണ്ടെന്ന് വെച്ചാൽ ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. ക്ലാസ്സിലൊക്കെ ഇനി ഇങ്ങനെ മുട്ടയിട്ട് പോയിരിക്കണ്ടേ എന്നൊക്കെ ഉള്ളൊരിതുണ്ടായിരുന്നു. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ദൈവത്തിനോട് ഒരു വട്ടം പറഞ്ഞതാണ്, ഞാൻ വിചാരിച്ച കാര്യം നടന്നു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇതും കൂടിയും പറയണമെന്ന് തോന്നി. എന്നോടാണെങ്കിൽ കുറേ പേര് വേടാ ബോറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു. അതുപോലെ എനിക്ക് അറിയുക പോലും ചെയ്യാത്ത ആൾക്കാരാണ് എന്നോട് നല്ല ഭംഗിയുണ്ട്, കുഴപ്പമൊന്നുമില്ല, മുടിയല്ലേ വളരും അങ്ങനെ പറഞ്ഞവരുമുണ്ട്. എൻ്റെ നാട്ടിൽ ഇഷ്ടംപോലെ കളിയാക്കിയ പിള്ളേരുണ്ട്. ഈ എന്തോ അങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് വേണ്ടായിരുന്നല്ലോ, മുട്ടടിക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു. എനിക്ക് ക്ലാസ്സിൽ പോകാൻ ഭയങ്കര ഒരു പേടിയായിരുന്നു. തിങ്കളാഴ്ച അങ്ങനെ പോകുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് നേരെ ക്യാപ്പ് ഊരി വെച്ചിരുന്നു. അപ്പോൾ പിന്നെ ആർക്കൊന്നും പറയാനുള്ള ഒരു വോയിസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു പറയുന്നവർ പറയട്ടെ, അങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് കിട്ടും ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ. അങ്ങനെ ഏകദേശം മുട്ടയൊക്കെ അടിച്ച് ഫുള്ളാൾ വരണ്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫൈനൽ ലുക്കായി വരുന്നുണ്ട്. ഇതാണ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി. അപ്പോൾ ഒരു അമ്മൂമ്മ അങ്ങനെ നമുക്കങ്ങനെ ചന്ദനമൊക്കെ തേച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ പൈസ വെച്ചപ്പോൾ ഒരു പൈസ മോനെ അങ്ങനെയൊന്നുമില്ല എന്താ വെച്ചാൽ തന്നു പറഞ്ഞു. എൻ്റെ ഒരു ജി പേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനവിടെ ജി പേയിൽ വേറെ കടയിൽ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ അമ്മമ്മയാണെങ്കിൽ നമുക്ക് കുറിയും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോവുകയാണ്, അമ്പലത്തിലോട്ട് കയറുകയാണ്. അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ഫോൺ അലൗഡ് അല്ല എന്നുള്ള കാര്യം. പിന്നെ ഞങ്ങൾ ഫോൺ വെച്ചിട്ട് പോയി. പിന്നെ ഇറങ്ങിയിട്ട് ചെറുതായിട്ട് നല്ല കഴിച്ചിട്ടുണ്ടായിരുന്നു, കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ലുക്കൊക്കെ ഒന്ന് നോക്കി, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഞങ്ങളൊന്ന് കൂടെയൊക്കെ നടന്ന് പിന്നെയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ലുക്ക് ഇങ്ങനെ നോക്കും എൻ്റെ ക്യാമറയിൽ, അയ്യോ നല്ല ബോറായണോ ഇല്ല എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ കൂടി അപ്പുറത്തെ സൈഡിലോട്ട് എത്തി. പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് നേരം വായി നോക്കിയൊക്കെ നടന്നു. പിന്നെ ഞങ്ങൾ പോകാനുള്ള റെഡി ആയിട്ട് ഡ്രസ്സൊക്കെ മാറി. പിന്നെ ഒന്നുകൂടി കറങ്ങാനില്ല, പിന്നെ ഒന്നുകൂടി കറങ്ങി. പറയാൻ മേല, ഒന്നാമത് നല്ല വെയിലാണ് പഴനിയിലൊക്കെ. ഈ ടൈമിൽ ഉച്ചയ്ക്കൊന്നും പോകാതിരിക്കുക, കയറുകയാണെങ്കിൽ നല്ല രാവിലെ കയറുക. ഇവിടെ നമ്മുടെ നാട്ടിലൊരു 1 മണിത്തെ ചൂടാണ്, ഇവിടെ 10 മണിക്ക്. കാലൊക്കെ പൊട്ടുള്ളൂ നമ്മൾ നിലത്ത് കൂടെ നടക്കുമ്പോൾ. ഒരു ചവിട്ടൊക്കെ ഉണ്ട് കൂടെ നടക്കാനൊക്കെ. അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ നേരെ വീട്ടിലോട്ട് തന്നെ പോവാണ്. ഞാൻ വീട്ടിലൊന്നും മുട്ടടിക്കുന്ന കാര്യം പറഞ്ഞില്ല. നമുക്കെന്തെങ്കിലും ബാക്കിയുള്ള റിയാക്ഷൻ നോക്കാം. ടി വിക്കോ എന്താ എന്തേ വെച്ചല്ല? പിന്നെ നിങ്ങൾ അയ്യേ അറിഞ്ഞ് നിങ്ങളല്ലേ അപ്പൊ ആള് കുറച്ച് ദിവസം മുന്നേ ചോദിച്ചല്ലേ ട്രൈ ചെയ്താലോന്ന്. എന്താ ഇങ്ങനെയൊക്കെ എന്ത് ആ പിന്നെ എന്ത് കളിച്ചിരിക്കണ്?
അത് എന്നെ ഇങ്ങനെ നോക്കി ചിരിക്കണേ. അപ്പൊ ഞാൻ തന്നെ എന്നെ ഇടയ്ക്ക് കണ്ണാടിയിൽ നോക്കുമ്പോ ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു. ഞാനൊന്നും ഉണ്ടായിരുന്നേ. ദൈവമേ, ഒന്ന് മുട്ടടിച്ചപ്പോഴേക്ക് ഇങ്ങനെ എന്താ നിങ്ങളിത് എത്ര ആൾക്കാർ ചെയ്ത് നിങ്ങൾക്ക് നിന്നെ കണ്ടപ്പോ ഇത്ര ഇത് നന്ദോക്കെ കളിയാക്കോ നിക്ക് ഉറപ്പായിരുന്നു. വേറുണ്ടോ? വിശ്വാസമല്ല, വെറുതെ ട്രൈ ചെയ്താ. കളിയാക്കണോ? ഓക്കെ, എങ്ങനെയുണ്ട്? ബോറുണ്ടോ? ഞാൻ ഒന്ന് മൊട്ടടിച്ചതിന് ഇവര് ഇന്നെങ്ങനെ പറയാണ്. ആ വെറുതെ ഇന്നെ കണ്ടിട്ടില്ല. കാണാണ്ടോ? നമ്മളൊന്നും പറയാത്തൊരു വഴിപാട് ഓന് ഒറ്റയ്ക്കുള്ള വഴിപാട് എന്താണ്? ഇത് ഓക്കെ, ഇതിക്ക് നോക്കേ. വേറുണ്ടോ?